ചൈനയുടെ സിൻജിയാങ് പ്രവേശിയെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവേശിലെ ഗ്വാദർ തുറമുഖവുമായി റോഡുകൾ, റെയിൽവേ, ഊർജ്ജ പദ്ധതികൾ എന്നിവയിലൂടെ ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു വൻ പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ചൈന-പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി എന്നത്. 2015 ആരംഭിച്ച $46 ബില്യൺ ഈ അടിസ്ഥാന സൗകര്യ പദ്ധതി എന്നത് ഇപ്പോൾ നിക്ഷേപമായി $62 ബില്യൺ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. 3000 കിലോമീറ്റർ ദൈർഘ്യമുള്ള കണക്ടിവിറ്റി പദ്ധതിയായ ചൈന-പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഏറെ കൊട്ടിയാഘോഷിക്കപ്പെട്ട ഒന്നുകൂടിയായിരുന്നു. പാകിസ്ഥാന്റെ ദുർബലമായ സമ്പദ് വ്യവസ്ഥ യഥാർത്ഥത്തിൽ ത്വരിതപ്പെടുത്തുന്നതിനും ചൈനയ്ക്ക് അറബിക്കടലിലേക്ക് നേരിട്ട് പ്രവേശനം നൽകുന്നതിനുമുള്ള ഒരു മാർഗമായിട്ടാണ് ഇത് കൂടുതലും പ്രചരിക്കപ്പെട്ടിരുന്നത്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പ്രകാരമുള്ള ഒരു പ്രധാന പദ്ധതിയായ ഈ ഇടനാഴി പാക് അധിനിവേശ കാശ്മീരിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ് ഇന്ത്യ അതിനെ ശക്തമായിട്ട് കൂടുതലും എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ പാക് അധിനിവേശ കാശ്മീർ തങ്ങളുടെ പ്രദേശത്തിന്റെ ഭാഗമായി കണക്കാക്കുന്നതിനാൽ തന്നെ പദ്ധതി അതിന്റെ പരമാധികാരത്തെയും അതുപോലെ പ്രാദേശിക സമഗ്രതയും ലംഘിക്കുന്നുവെന്ന് രാജ്യം ശക്തമായി വാദിക്കുകയും ചെയ്യുന്നുണ്ട്.